പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ, വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ, മന്ത്രി വരെ, നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ, ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങനെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യമുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നുണ്ടല്ലോ, അതായത് ചില കാര്യങ്ങൾ ചെയ്യാനേ നമുക്ക് പറ്റത്തില്ല, ചില പരീക്ഷ എഴുതാൻ നമുക്ക് പറ്റത്തില്ല, ചില ഇന്റർവ്യൂവിനെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി വിജിഷ്യാന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവളെന്ന് പറഞ്ഞു SOP, അതിൻ്റെ ഫുൾ ഫോം എനിക്കറിയാൻ പാടില്ല. അതായത് പ്രോജക്റ്റിൻ്റെ സോഴ്സ്, ദ സോഴ്സ് ഓഫ് ദി പ്രോജക്റ്റ്. അത് ചോദിക്കണ ഒരു ചോദ്യമാണ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, PhD ഇൻ്റർവ്യൂ ചോദിക്കണതാണ്. നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ സോഴ്സ് എന്താണ്, ആ സ്കോപ്പ്, അതിൻ്റെ സ്കോപ്പ്, ഇങ്ങനെ കുറേ കാര്യം ചോദിക്കും. അപ്പോൾ ഇവൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഇവളെ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നോട് ആ ചോദ്യം ചോദിക്കരുത്, സത്യമായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ തോറ്റുപോകും, ഞാൻ ഉടമ്പടി കാശൂരി പിടിച്ച് നിന്നെയും കൊണ്ടാണ് ഞാൻ പോണത്, ഞാൻ തോറ്റ് മുടങ്ങരുത്, എന്നോട് ചോദിക്കരുത്. അപ്പോൾ അവൾ ദൈവമായിട്ട് അത്തരം ഒരു ആത്മബന്ധമുള്ളതുകൊണ്ട് ഈശോയോട് അങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ കുഞ്ഞിനോട് മാത്രം ആ SOP ചോദിച്ചില്ല. പക്ഷെ ബാക്കി 14 പേരോട് ചോദിച്ചു. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ഈ നമ്മൾക്ക്
എടുത്താൽ പൊങ്ങാത്ത കാര്യം ദൈവം ഏറ്റെടുത്ത് നടത്തും. അതുകൊണ്ട് ഈശോ അതിനു വേണ്ടി ഈശോക്ക് അതങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈശോയാണ് ആ അവസ്ഥ, ആത്മീയ അവസ്ഥ കണ്ടുപിടിച്ചത്. എന്താ പറഞ്ഞത്? ഈശോ വളരെ സൂക്ഷ്മത കൊണ്ട് കണ്ടുപിടിച്ച ഒരു ദൈവികമായ രഹസ്യമാണത്. എന്താണ്? യോഹന്നാൻ 14:10 വായിച്ച്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഈശോ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. മനുഷ്യാവതാരത്തിന് പരിമിതികളുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. ആ പരിമിതികളിൽ നിന്ന് ആ പരിമിതി അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഈശോ ചെയ്യണതില്ല. അപ്പോൾ ഈശോ അത് പറയുകയാണ്, അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ ചെയ്യണമെന്ന്. ഈ ഒരു ആധ്യാത്മിക സാധ്യത ഉണ്ടാക്കിയ വിപ്ലവം ഉണ്ടല്ല, ചെറിയ വിപ്ലവമൊന്നുമല്ല. എന്നുവെച്ചാൽ നമ്മൾക്ക് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് നടക്കാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ തള്ളിക്കളയാനോ നടക്കത്തില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടാനോ അല്ല. എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനം ചെയ്യുന്ന പോലെ തന്നെയാണ് ഈശോ നേരത്തെ ഒരു വചനം പറഞ്ഞില്ല നമ്മളോട്, 15:10, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും, അപ്പം വസിക്കും. അപ്പം ഈശോയുടെ വചനങ്ങൾ ഉടമ്പടി പാലിച്ചാൽ നമ്മൾ കർത്താവ് നമ്മളിൽ വസിക്കുമെന്നാണ് പറയണത്. കർത്താവ് നമ്മൾ വസിച്ചാൽ എന്താ ഗുണം? അത് 14:10 ഇഫക്റ്റ് ഉണ്ടാകും. എന്താണ്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനം ചെയ്യുന്ന പോലെ ഈശോ ഉടമ്പടി പ്രകാരം നമ്മൾ വസിച്ചാൽ, നമ്മൾ വസിച്ചുകൊണ്ട് ഈശോയുടെ പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ ചെറിയ പ്രവൃത്തിയൊന്നും ആയിരിക്കത്തില്ല, അത് വലിയ പ്രവൃത്തികളായിരിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. ചില പട്ടി വരുമ്പോഴേ ചില സമയത്തൊക്കെ ഞാൻ ഓടിയിട്ടുണ്ട്, ജീവനം കൊണ്ട് ഓടുമ്പോൾ നമ്മൾ തോടൊക്കെ ഒറ്റ ചാടത്തില്ലേ, മതില് വരെ ചാടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പിറ്റേ ദിവസം പട്ടി ഇല്ലാത്ത സമയത്ത് നമ്മൾ ചുമ്മാ ഒന്ന് ഓടി വന്നാൽ ചാടാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ തന്നെ എന്തൂസിയാസം എന്നും സംഭവമുണ്ട്. അഭിഷേകത്തിൻ്റെ അനുഭവ തലങ്ങളാണ്. തെയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അകത്ത്, തെയോസ് എന്ന് വെച്ചാൽ ദൈവം, എന്ന് വെച്ചാൽ അകത്ത്. നമ്മൾ ഈ വസിപ്പിലൂടെ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അനുസരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു അന്തർവസിപ്പുണ്ടാവും. ഈ വസിപ്പിലൂടെ ഈശോ പറഞ്ഞില്ലേ, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് അന്തർവസിപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണത്. വലിയ കാര്യങ്ങൾ ഈ മരിയൻ ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ എന്താണ്? ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെവി ഡ്യൂട്ടി വിഷയങ്ങൾ വെച്ചാൽ നിങ്ങൾ ഉടമ്പടി അതനുസരിച്ച് കൊണ്ട് ബലപ്പെടുത്തിയാൽ മതി. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വഹിച്ചു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയ്ക്കും 1000 നന്ദി. കുമരകത്ത് നിന്ന് വരുന്നു. എൻ്റെ ഇടവക വള്ളാറ പുത്തൻപള്ളിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 27-ാം തീയതിയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് 2005 എൻ്റെ നാത്തൂൻ, എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ഫയൽ ചെയ്തിരുന്നു. അത് സാധാരണയായി ഒരു 10-12 വർഷം കൊണ്ട് സാധാരണയായിട്ട് പോകാൻ സാധിക്കും. പക്ഷേ അത് കോവിഡ് കാരണവും മറ്റു പല കാരണങ്ങൾ കാരണവും അത് ഞങ്ങൾക്ക് 18 വർഷമായിട്ടും പോകാൻ സാധിച്ചിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് നവംബറിൽ ഞങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അതുപോലെ ആ സമയത്ത് എൻ്റെ മൂത്ത മോന് 21 വയസ്സായിരുന്നു. സാധാരണയായിട്ട് 21 വയസ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 5 പേർ കൂടെ ഒരുമിച്ച് വിസയിൽ സ്റ്റാമ്പ് അപ്രൂവ് ചെയ്ത് കിട്ടാൻ പാടാണ്. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഉടമ്പടി എടുത്തത് കാരണവും അതുപോലെ മാതാവിൻ്റെ അടുത്ത് എത്രമാത്രം കൊന്ത ചെല്ലാൻ പറ്റുമോ അത്രമാത്രം കൊന്തയും അതുപോലെ ബൈബിളും സ്ഥിരമായിട്ടും അരമണിക്കൂറൊന്നും അല്ലാതെ കൂടുതൽ വായിക്കുമായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് 5 പേർ കൂടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. ഈ മെയ് 17-ാം തീയതി ഞങ്ങൾ 5 പേരൂടെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിന് 9 വർഷമായിട്ട് എൻജിനീയറിങ് കഴിഞ്ഞ് വെച്ചിട്ട് PhD എടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 2 വർഷമായിട്ട് അവളുടെ പേപ്പർ വർക്ക് മുന്നോട്ട് പോകുന്നില്ലായിരുന്നു. എൻ്റെ സിസ്റ്ററിനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നിർബന്ധിച്ചു. അവൾ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിനുശേഷം അവ പേപ്പർ വർക്ക് ഫാസ്റ്റപ്പ് ആവുകയും ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ 12-ാം തീയതി അവൾക്ക് PhD കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ ഭാര്യ സൗദിയിൽ നേഴ്സായിരുന്നു. അവൾ 6 മാസം മുൻപേ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുകയും പിന്നെ ഫാമിലിയായിട്ട് ഒരുമിച്ച് ലണ്ടനിലേക്ക് പോകാനുള്ളൊരു പ്ലാനുമായിരുന്നു. അവൾക്ക് വേണ്ടി ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ എഴുതി വെക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ഏപ്രിൽ 3-ാം തീയതി അവൾക്ക് ലണ്ടന് പോകാൻ സാധിക്കുകയും ഇനിയിപ്പം പിള്ളേരുടെയും ബ്രദറിൻ്റെയും പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇതുകൂടാതെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തരികയും ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ആ സമയത്തെല്ലാം ഈ ഉടമ്പടിക്കാശുരവും വെച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയ സമയത്തും അനീത്തയുടെ ഓരോ പേപ്പർ വർക്കിൻ്റെ സമയത്തും ഈ ഉടമ്പടി പേപ്പർ വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കാശുരം വെച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും ഇട്ട് അങ്ങനെയുള്ളതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും കിട്ടുകയും ചെയ്തു. ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. 2020 ജനുവരി 2-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കൃപാസനത്തിൽ വരാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ പല ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടുണ്ട്, അവിടെ പോയി താമസിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്കിവിടെ വരാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്നെ ഇവിടെ 2-ാം തവണയാണ് എന്നെ അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തിയത്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന് എനിക്ക് കുഞ്ഞിനെ ലഭിച്ചതും OET പാസ്സായതും ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. എൻ്റെ അപ്പനും അമ്മയും രോഗികളാണ്. എൻ്റെ അപ്പൻ ഡയാലിസിസ് പേഷ്യൻ്റാണ്. 8 വർഷത്തോളം ഡയാലിസിസ് ചെയ്യുന്നു. എൻ്റെ അമ്മ ഒരു ലിവർ സിറോസ് പേഷ്യൻ്റാണ്. 5 വർഷമായി ഡയഗ്നോസ് ചെയ്തിട്ട്. വല്ലാത്തൊരവസ്ഥയായിരുന്നു വീട്ടിൽ. രണ്ടുപേരെയും മാറി മാറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ചെറിയ ഞരമ്പുകളൊക്കെ പ്രഷർ കൂടി അന്നനാളത്തിൽ ചെറിയ ഞരമ്പുകളൊക്കെ പൊട്ടി ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ICUലൊക്കെ മിക്കപ്പോഴും അഡ്മിറ്റ് ആക്കുമായിരുന്നു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ
കുറേ തവണ വിധേയമായിട്ടുണ്ട് എൻ്റെ അമ്മ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് കുറേ തവണ വിധേയമായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡോസ്കോപ്പി ചെയ്ത് ആ ഞരമ്പുകളൊക്കെ പൊട്ടിയ ഞരമ്പുകൾ ബാൻഡ് ചെയ്തിരുന്നു. എന്നിരുന്നാലും വീണ്ടും വേറെ സ്ഥലത്ത് ഞരമ്പുകൾ പൊട്ടി വീണ്ടും ICUയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2022 മെയ് മാസത്തിൽ എനിക്ക് അമ്മയെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അന്നേരം അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സഹിത്ത് അമ്മയുടെ കൈ കൊടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി നെഞ്ചിന് താഴെ പുരട്ടണമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് അമ്മ പുരട്ടി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മയ്ക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. എനിക്ക് അതിനു മുമ്പ് എൻ്റെ അമ്മയ്ക്ക് വീട്ടിലെ ജോലികൾ പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്യുമ്പം തളർന്ന് കിടക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അമ്മയ്ക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റി. അമ്മ തന്നെ പറയും എനിക്ക് ഒരുപാട് മാറ്റം വന്നു. എനിക്കിപ്പോൾ ആശ്വാസമുണ്ട്, ഒരുപാട് ആശ്വാസമുണ്ട്. നേരത്തെ ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാതിരുന്ന അമ്മ ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തു തുടങ്ങി. ഇപ്പോൾ 1 വർഷമായിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുപോയിട്ടില്ല. HP ഒക്കെ 8 താഴെയാവുമായിരുന്നു. 8ഉം ബ്ലഡൊക്കെ ഒമിറ്റ് ചെയ്ത് 5 വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അമ്മയ്ക്ക് HP 10 കൂടുതലുണ്ട്. അമ്മയ്ക്ക് എല്ലാ പണികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ എൻ്റെ അമ്മയ്ക്ക് കാലിൽ വെരിക്കോസ് വെയിൻ മൂലം അവിടെ നീര് വന്ന് ഭയങ്കര വേദനയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ സർജറി കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അമ്മയുടെ കാലിൻ്റെ അവിടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മ സർജറി കൂടാതെ തന്നെ ഇത് സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുപോലെ തന്നെ പിന്നീട് ഞാനും മറന്നു, അമ്മയും മറന്നു ആ കാര്യം. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അമ്മ തന്നെ പറഞ്ഞു, എടി എനിക്ക് അവിടെ ഒരു കുഴപ്പമില്ല, അവിടെ നീരൊക്കെ ചുങ്ങിപ്പോയി, വേദനയൊന്നുമില്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അതും അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെയുള്ള എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷിയാണ്. കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞ 6 മാസം തൊട്ട് എക്സീമ എന്ന രോഗം ഉണ്ടായിരുന്നു. വളരെ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയിരുന്നു അവന്. പലപ്പോഴും മുഖത്തൊക്കെ 2 കവളിലും ചൊറിഞ്ഞ് പൊട്ടിച്ച് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും ചെയ്തായിരുന്നു. പല ഹോസ്പിറ്റലിൽ മാറി മാറി കാണിച്ചു. അവരൊക്കെ സ്റ്റീറോയിഡാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റീറോയിഡ് കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ല കാര്യമല്ലാത്തതുകൊണ്ട് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തെടുത്ത് ഹോമിയോയിൽ പോയായിരുന്നു. ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കുറേ നാൾ ചെയ്തിട്ടും അതിന് ഒരു മാറ്റവും വന്നില്ല. അത് ആ അവസ്ഥയിൽ തന്നെ നിന്നു. പിന്നീട് ആ കസിനും കാനഡയിൽ നിന്ന് ക്രീം തന്നായിരുന്നു. അത് പുരട്ടി ആശ്വാസം കിട്ടിയിരുന്നെങ്കിലും പക്ഷേ പൂർണ്ണമായിട്ട് അത് മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുളിപ്പിക്കുമ്പോഴൊക്കെ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൂടാതെ തൈലം കുഞ്ഞിൻ്റെ നാവി പുരട്ടുമായിരുന്നു എല്ലാ ദിവസവും. കാരണം അവന് അലർജി ഉണ്ടായിരുന്നു, ഫുഡിനോടൊക്കെ ഭയങ്കര അലർജി ആയിരുന്നു. പശുമ്പാല്, ബീഫ്, ക്രീം ഐറ്റംസ് ഒന്നും കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. മിക്ക ഫുഡുകളോട് അലർജി ആയിരുന്നു. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ മുഖമൊക്കെ ചൊറിഞ്ഞ് പൊട്ടിച്ച് 2 കവളിലും വീണ്ടും വെള്ളം ഒലിക്കുമായിരുന്നു. അപ്പോൾ ക്രീം കൊണ്ടും അതൊന്നും സഹായിച്ചിരുന്നില്ല. അപ്പോൾ ഡെയിലി നാവിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഇപ്പം കുറേ നാളായിട്ട് ഇപ്പം എല്ലാം കൊടുക്കുന്നുണ്ട്, ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അവനൊരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ മറന്നാലും അവൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് നാക്ക് നീട്ടി, ഉടമ്പടി തൈലം എടുക്കുമ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്ത് വന്ന് നാക്ക് നീട്ടിത്തരും, എനിക്കിത് വേണമെന്നും പറഞ്ഞ്. അങ്ങനെ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓർത്ത് ഞാൻ അങ്ങനെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു ചാക്കോ. ഞാൻ കുവൈറ്റിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു. ഞാൻ ചങ്ങനാശ്ശേരി ഇത്തിത്താനത്ത് നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് തന്നെ എനിക്ക് ഈ സന്നിധിയിൽ തിരുക്കുമാരൻ്റെയും അമ്മയുടെയും മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപയും അനുഗ്രഹം ലഭിച്ച അമ്മേ മാതാവിനോട് തിരുക്കുമാരനോടും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് മെയ് 7, 2022
അത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാനത് എടുക്കാനായിട്ട് തീരുമാനമെടുത്തത്. പക്ഷേ ദൈവമാതാവിൻ്റെ കൃപ കൊണ്ട് പറയട്ടെ, അന്ന് ഞാൻ എന്ന് ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ചോ അന്ന് തന്നെ ആ പ്രശ്നം അവിടെ സോൾവ് ആവുകയും എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ തന്നെ വിളിച്ച് പറയുകയും ചെയ്തു. ശരിക്കും അതൊരു ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് അത് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് അന്ന് തന്നെ ആ പ്രശ്നം സോൾവായി. അപ്പോൾ അന്ന് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് ഞാൻ കുവൈറ്റിൽ വെച്ചാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷമായിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ എണീറ്റ് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ എനിക്ക് കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എൻ്റെ ഇടത് കയ്യിൽ മസിൽ കയറും ഈ ഓരത്തിലായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് അമ്മയുടെ മുമ്പിൽ കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം, അതിന് അമ്മയുടെ ഒരു കൃപയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിന് സാധിക്കത്തുള്ളൂ. ഞാനപ്പോൾ ഉടമ്പടി തൈലം പുരുഷ ഞാനാണെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കും. എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി, എനിക്ക് കര ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ഇടത് കൈ എത്ര നേരം വേണേലും ഉയർത്തിപ്പിടിക്കാം. ആ മസിൽ കയറ്റമൊക്കെ പിന്നെ എനിക്ക് അനുഭവപ്പെടുന്നേ ഇല്ലായിരുന്നു. അതിന് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. അടുത്ത അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുവൈറ്റിൽ ഞങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, കുവൈറ്റിൽ ഹയർ എന്ന് പറഞ്ഞൊരു പേപ്പർ വർക്കുണ്ട്. അത് ഫിനിഷ് ആയെങ്കിൽ മാത്രമേ നമ്മൾ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുന്നോ അപ്പോൾ നമുക്ക് അവിടുത്തെ സെറ്റിൽമെൻറ്റ് മണി കിട്ടത്തുള്ളൂ. നമ്മൾ എത്ര വർഷം വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വർഷത്തെ സെറ്റിൽമെൻറ്റ് മണി നമ്മൾ റിസൈൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ ഞാൻ 2019 ഞാനാണെങ്കിൽ അത് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 2019 കഴിഞ്ഞു വന്ന് 2021 ആയിട്ടും എനിക്ക് അതിനൊരു പ്രോസസ്സിങ് മുന്നോട്ട് പോകുന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഇന്ത്യയിൽ നമ്മുടെ കുവൈറ്റിൽ എംബസിയിൽ നിന്ന് ആ പേപ്പർ നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മുടെ ആണെങ്കിൽ നേഴ്സിംഗ് നമ്മളെവിടെയാണോ നേഴ്സിംഗ് പഠിച്ചത് അവിടെ നേഴ്സിംഗ് കൗൺസിലിലേക്കാണ് അത് സെൻഡ് ചെയ്യുന്നത് എംബസിയിൽ നിന്ന്. അപ്പോൾ ഞാൻ മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞാനൊരു ജൂനിയറിനെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവിടെ നമുക്കാണെങ്കിൽ അവിടെ ചെല്ലാൻ അടയ്ക്കണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പേപ്പർ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ആ പേപ്പർ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് കുവൈറ്റിൽ ചെന്നപ്പോൾ പറഞ്ഞു പേപ്പർ വന്നു, ഞങ്ങൾക്ക് 1 മാസം കഴിഞ്ഞ് ചെന്ന് മേടിക്കാമെന്ന് പറഞ്ഞു മിനിസ്ട്രിയിൽ. ഞാൻ മിനിസ്ട്രി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പേപ്പർ അവിടെ മിനിസ്ട്രി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാനാണെങ്കിൽ കുവൈറ്റിൽ ഇതിൻ്റെ ഹയറിൻ്റെ ആ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തോ അതിനകത്തൊരു ആൻസർ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിട്ടതിനകത്ത് എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് ആ പേപ്പർ അവിടെ നിന്ന് അവർ പിന്നെയും എംബസി ത്രൂ അത് റീസെൻറ്റ് മീൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് അതാണെങ്കിൽ തിരിച്ചു വിട്ടേക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം ഇത്രയും നാളും ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് അതൊന്ന് വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ ഒരു ലൈറ്റ് ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്ക്, എന്നിട്ട് നീ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ 2-3 തവണ അതിനു മുമ്പ് ഞാൻ പോയപ്പോഴും അവർ പറഞ്ഞു അത് ഓൾറെഡി സെൻഡ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കാണും, 3 മാസം കഴിഞ്ഞ് വാ, അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ 2-3 തവണ അങ്ങനെ പോയി, എന്നിട്ട് വായില്ല. അത് ഞാൻ പിന്നെ ലൈറ്റ് ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായി അപ്പം ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു, അമ്മേ മാതാവേ, ഞാൻ എൻ്റെ ജൂനിയർ കോച്ചിനോട് വിളിച്ച് പറയുമ്പോൾ അവൻ പറയുന്നു ആ പേപ്പർ അവിടെ വന്നിട്ടില്ല എന്ന്. ഇവിടെ ഞാൻ ചെല്ലുമ്പോൾ അവർ പറയും അവർ ഓൾറെഡി എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിട്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയാം അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, അവർക്കും അറിയത്തില്ല. എൻ്റെ സഞ്ചാരി മാതാവിന് മാത്രമേ അതെവിടാണ് ബ്ലോക്കായി ചെയ്ത് കിടക്കുന്നതെന്നുള്ളത് അമ്മയ്ക്ക് അറിയത്തുള്ളൂ. എൻ്റെ അമ്മയും മാതാവ് ഞാനൊരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ പോവുകയാണ്. ആ അപ്പോയിൻമെൻറ്റ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു സന്തോഷ വാർത്തയായിരിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സാധാരണ ഒരു പേപ്പർ നമുക്ക് സൈൻ ഇടാൻ തരും. അപ്പോൾ സൈൻ ഇടാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് പെട്ടെന്ന് സങ്കടമായി, കാരണം റീസെൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഒരു പേപ്പറിൽ സൈൻ ഇട്ടിട്ടാണ് അത് റീസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ് നീ ചോദിക്കേ എന്തായി സ്റ്റാറ്റസ് എന്തായെന്ന് ചോദിക്കുന്ന എൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ ഉടനെ ചോദിച്ചു മാഡം എന്തായി എൻ്റെ സ്റ്റാറ്റസ്, അത് ഇതുവരെ വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി പേപ്പർ ഇവിടെ റിസീവ് ആയിട്ടുണ്ട്, നിനക്ക് 1 മന്ത് കഴിയുമ്പോഴത്തേക്കും നിനക്ക് മിനിസ്ട്രി പോയി നിൻ്റെ ഹയറിൻ്റെ പേപ്പറാണെങ്കിൽ റിസീവ് ചെയ്യാമെന്ന്. എനിക്കാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവാണ് അവിടെ വെച്ച് എന്നെ ചെവിയിൽ പറഞ്ഞത് നീ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് എനിക്ക് എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് അവിടെ മുട്ടുകുത്തി നിന്ന് എനിക്കാണെങ്കിൽ നന്ദി പറയുന്നുണ്ട്. ഞാൻ മനസ്സിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് ഞാൻ നന്ദി പറഞ്ഞു മാതാവിന്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും അവിടെ നേഴ്സായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ 2022 കൊറോണയുടെ ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് പിള്ളേർ ഇവിടെ നാട്ടിൽ സ്റ്റക്കായിപ്പോയി. അപ്പോൾ പിള്ളേരെ തന്നെ ഇവിടെ നിർത്താൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ഹസ്ബൻഡ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരേണ്ടി വന്നു 2020. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഇതുപോലെ ഹയറിൻ്റെ പേപ്പർ വർക്ക് ഫിനിഷ് ആയിട്ടില്ലായിരുന്നു.
അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, അപ്പം നമുക്ക് അവിടുന്ന് പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കാം, അപ്പം ഈ പേപ്പർ വർക്കൊക്കെ പവർ ഓഫ് അറ്റോണി ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാം. അങ്ങനെ ഞാനത് റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2020 ഹസ്ബൻഡിൻ്റെ ഫയൽ ക്ലോസ് ആയിപ്പോയിരുന്നു. പക്ഷേ ഞാനിത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് 2022 അപ്പം ഞാനാണെങ്കിൽ ഈ പേപ്പർ വർക്ക് ഞാനാണെങ്കിൽ ഹയറിൻ്റെ പേപ്പർ വർക്കിനെല്ലാം നടന്നു. ഹയറിൻ്റെ പേപ്പർ ഹസ്ബൻഡിൻ്റെ അവിടെ വന്നു. പക്ഷേ അന്നേരം ഞാനവിടെ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 റിസൈൻ ചെയ്ത് പോയ ഹസ്ബൻഡ് ആയതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഫയൽ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതാണെങ്കിൽ അവിടുത്തെ മിനിസ്ട്രിയിൽ നിന്നും അത് വേറൊരു സ്ഥലത്തേക്ക് അവരാണെങ്കിൽ സെൻഡ് ചെയ്തു. പക്ഷെ അവരവിടെ ഒത്തിരി നോക്കിയിട്ട് ആ ഫയൽ അവിടെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 മാസത്തോളം ആ ഫയൽ കിട്ടാൻ വേണ്ടി കുറേ നടന്നു, എന്നിട്ടും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെയും ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒന്ന് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ പിന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായി ഞാനൊന്ന് വിളിച്ചു ചോദിക്കുകയാണ് എൻ്റെ ആ ഏജൻറ്റിനോട്, എന്തായി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേപ്പറിൻ്റെ ഫയൽ കിട്ടിയോ? അപ്പോൾ അവിടെ ഞാൻ പറയാം, ആ ഫയലും ഓൾറെഡി വന്നു, നീ പോരെ, ബാക്കി പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ